ഹായ് ഫ്രണ്ട്സ്, കോമ്പറ്റേറ്റീവ് എക്സാം ഗൈഡിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒറ്റസംഖ്യകളെ കുറിച്ചാണ്. PSCകളിൽ സ്ഥിരമായി ചോദിക്കുന്ന എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ. ഒറ്റസംഖ്യകളെ ഇംഗ്ലീഷിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നു. എന്താണ് ഒറ്റസംഖ്യ? 1, 3, 5, 7, 9 ഇങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് ഒറ്റസംഖ്യ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ ഒറ്റസംഖ്യ അല്ലെങ്കിൽ ആദ്യത്തെ ഒറ്റസംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. അടുത്തടുത്ത രണ്ട് ഒറ്റസംഖ്യകളുടെ വ്യത്യാസം 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1, 3, 5, 7 അങ്ങനെ 29 വരെ എത്ര ഒറ്റസംഖ്യകളുണ്ട്? ഇതെങ്ങനെയാ കാണുക? ഒറ്റസംഖ്യകളുടെ എണ്ണം കാണാൻ അവസാനം വരുന്ന സംഖ്യയുടെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അതായത് 29 + 1 30. അതിൻ്റെ പകുതി എങ്ങനെയാ കാണുക? 30/2 15 നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1, 3, 5 അങ്ങനെ 59 വരെ എത്ര ഒറ്റസംഖ്യകളുണ്ട്? എങ്ങനെയാ കാണുക? നേരത്തെ ചെയ്തതുപോലെ 59 + 1 60. 60ൻ്റെ പകുതി 30 ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, 1, 3, 5, 7 അങ്ങനെ 35 വരെ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 35 + 1 36. 36ൻ്റെ പകുതി 18 ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, 1, 3, 5, 7 അങ്ങനെ 749 വരെ എത്ര ഒറ്റസംഖ്യകളുണ്ട്? 749 + 1 750. 750ൻ്റെ പകുതി 375. ഇനി മറ്റൊരു ടൈപ്പ് നോക്കാം. 15ാമത്തെ ഒറ്റസംഖ്യ എത്രയെന്നാ ചോദ്യം. അതെങ്ങനെയാ കാണുക? ആദ്യം 15ൻ്റെ ഇരട്ടി എടുക്കുക. എങ്ങനെയാ 15ൻ്റെ ഇരട്ടി എടുക്കുക? 15 × 2 30. ആ 30ൽ നിന്ന് 1 കുറയ്ക്കുക 29. അതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. 100ാമത്തെ ഒറ്റസംഖ്യ എത്ര? എങ്ങനെ ചെയ്യുക? 100 × 2 200. 200 - 1 199 ആൻസർ. 17ാമത്തെ ഒറ്റസംഖ്യ എത്ര? 17 × 2 34. 34 - 1 33. ആദ്യത്തെ ഒറ്റസംഖ്യയുടെ തുക കാണാൻ ഉള്ള ഇക്വേഷൻ n². ഒന്നുകൂടി, ആദ്യത്തെ ഒറ്റസംഖ്യയുടെ തുക കാണാൻ ഉള്ള ഇക്വേഷൻ n². ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1 + 3 + 5 അങ്ങനെ 25 വരെ ഒറ്റസംഖ്യകളുടെ തുക എത്രയെന്നാ ചോദ്യം. നമ്മുടെ ഇക്വേഷൻ ഓർമ്മയില്ലേ? n². അതായത് ഒറ്റസംഖ്യയുടെ ഇക്വേഷൻ n². n എന്നാൽ എന്താണ്? എത്ര സംഖ്യയുണ്ടോ അതിൻ്റെ എണ്ണമാണ് n. ഒരിക്കലും 25 വരെ 25 ഒറ്റസംഖ്യകളില്ല. 25ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ മതി. അതായത് 25 + 1 26. 26ൻ്റെ പകുതി 13. അപ്പം ഇവിടെ n എന്നത് 13 നമ്മുടെ ഇക്വേഷൻ n² ആണ്. അപ്പോൾ 13 × 13 ആൻസർ 169. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. 1 + 3 + 5 അങ്ങനെ 99 വരെ ഒറ്റസംഖ്യകളുടെ തുക എത്ര? എങ്ങനെ എഴുതുക? 99 + 1 100. 100/2 50. n എത്രയാണ്? 50. നമ്മുടെ ഇക്വേഷൻ n². 50 × 50 2500. അടുത്തൊരു ടൈപ്പ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 17 വരെയുള്ള ഒറ്റസംഖ്യകളുടെ തുക എത്ര? 17 + 1 18. 18ൻ്റെ പകുതി 9. n എത്രയാ? 9. നമ്മുടെ ഇക്വേഷൻ n². 9 × 9 ആൻസർ 81. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 49 വരെ ഉള്ള ഒറ്റസംഖ്യകളുടെ തുക എത്ര? 40 + 1 50. 50ൻ്റെ പകുതി 25. n 25. n² നമ്മുടെ ഇക്വേഷൻ. 25 × 25 625 നമ്മുടെ ആൻസർ. മറ്റൊരു ടൈപ്പ് നോക്കാം. ആദ്യത്തെ എത്ര ഒറ്റസംഖ്യകളുടെ തുകയാണ് 400? ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ സംഖ്യയുടെ റൂട്ട് എടുത്താൽ മതി. അതായത് 400 അതിൻ്റെ റൂട്ട് എത്രയാ? ആൻസർ 20. ഓക്കെ, മനസ്സിലായില്ലേ?
സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ എത്ര സംഖ്യകളുടെ തുകയാണ് 225? 225ലെ റൂട്ടാണ് 15. അതാണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യത്തെ എത്ര ഒറ്റ സംഖ്യകളുടെ തുകയാണ് 12100? 12100ന്റെ റൂട്ട് കണ്ടാൽ മതി. എത്രയാണ്? 121ന്റെ റൂട്ട് 11 അല്ലേ? അപ്പോൾ 2 സീറോയ്ക്ക് 1 സീറോ ഇട്ടാൽ മതി. അപ്പം നമ്മുടെ ആൻസർ 110. ഒറ്റ സംഖ്യകളെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്താനും കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.